അപ്പോൾ ഭാര്യയുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് കുഞ്ഞ് കരഞ്ഞു എന്നും പറഞ്ഞ് കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് അടിവയറ്റിലേക്ക് കൈ കുത്തി കയറ്റി ഒരു കൊച്ചിനെ കൊന്നു കളഞ്ഞായിരുന്നു തിരുവനന്തപുരത്ത്. 1 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ച്. ആ കൊച്ച് എന്ത് പഴിച്ചല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വിധി എന്ന് പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള കാട്ടാളന്മാർക്കാണല്ലോ ഈ മക്കൾ ജനിക്കുന്നതെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം സഹിക്കാൻ വയ്യാത്തൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാട്ടാളന്മാർ ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുക. അതായത് നിങ്ങൾക്ക് ഈ മാരീഡ് ലൈഫ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കൊരിക്കലും ചേർന്നൊരു കാര്യമല്ല. കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവരും വിചാരിക്കുക നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർ കരയും, അവർ അപ്പിയിടും, അവർ മൂത്രമൊഴിക്കും, അവർക്ക് പാല് വേണം, അവർ രാത്രി കരയും, പകൽ കരയും, അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. ഒരു 3-4 വയസ്സ് വരെയും അവരുടെ ഉറക്കത്തിനൊക്കെ ഒന്ന് ട്രാക്കിലായിട്ട് വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നിങ്ങളെയും ഇങ്ങനെ ഒരു മാതാപിതാക്കന്മാർ വളരെയധികം ക്ഷമയോടും അതുപോലെ തന്നെ വളരെയധികം സ്നേഹത്തോട് നോക്കിയതിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. പിന്നെ ഈ പെണ്ണുങ്ങളോട് പറയാനുള്ള കാര്യം, ഇങ്ങനെയുള്ള ക്രൂരന്മാരാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവന്മാർക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കുക, അതിന് സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവന്മാരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും പോകാൻ നോക്കുക. കാരണം ഒന്നും അറിയാത്ത കുഞ്ഞു മക്കളിങ്ങനെ ആന്തരികമായിട്ടുള്ള രക്തസ്രാവം മൂലം മരിക്കുന്നതൊക്കെ നമുക്കത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു.